മഹാഭാരതം ആദിപർവം, സഭാപർവം, വനപർവം, വിരാടപർവം, ഉദ്യോഗപർവം, ഭീഷ്മപർവം, ദ്രോണപർവം, കർണപർവം, ശല്യപർവം, സൗഭക്തികപർവം, സ്ത്രീപർവത്തിലെ ധൃതരാഷ്ട്രരുടെ വിലാപവും ഗാന്ധാരി സന്നിധിയിൽ പാണ്ഡവരെത്തുന്നതും ഗാന്ധാരിയുടെ വിലാപവും ഒടുക്കം ഗാന്ധാരിയുടെ ശാപത്തിലൂടെയാണ് സ്ത്രീപർവം സമാപിച്ചിരിക്കുന്നത്. മഹാഭാരതത്തിലെ അടുത്ത പർവം തുടങ്ങുകയായി. ശാന്തിപർവം തുടരുന്നു. മഹാഭാരത യുദ്ധത്തിന് ശേഷം മരിച്ചുപോയ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കുമൊക്കെ ഉദകക്രിയ ചെയ്ത് യുധിഷ്ഠിരാദികൾ 1 മാസത്തോളം ഗംഗാതീരത്തു തന്നെ താമസിച്ചു. യുധിഷ്ഠിരൻ വളരെ അസ്വസ്ഥനായിരുന്നു. അദ്ദേഹത്തിന്റെ മനസ്സ് പശ്ചാത്താപ വിവശമായിരുന്നു. പല വിധത്തിലുള്ള ചിന്തകളും സംശയങ്ങളും കൊണ്ട് അതാകെ പ്രക്ഷുബ്ധമായിരുന്നു. അദ്ദേഹം ഹസ്തിനാപുരിയിലേക്ക് മടങ്ങുവാൻ വിസമ്മതിച്ചു. അദ്ദേഹത്തിന് വ്യാസനും നാരദനും കൃഷ്ണനും മറ്റും വേണ്ട ഉപദേശങ്ങൾ നൽകി ഹസ്തിനാപുരത്തേക്ക് പോകുവാൻ പ്രേരിപ്പിച്ചു. അവസാനം യുധിഷ്ഠിരൻ ഹസ്തിനാപുരിയിലെത്തി കിരീടധാരണം നടത്തി. അതിനുശേഷം സംശയനിവൃത്തി വരുത്തുന്നതിനും മനസമാധാനത്തിനുമായി കുരുക്ഷേത്രത്തിൽ ശരശയിൽ കിടക്കുന്ന ഭീഷ്മസന്നിധിയിലേക്ക് എല്ലാവർക്കും കൂടി പോകുവാൻ തീരുമാനിച്ചു. ഭീഷ്മർ എല്ലാ കാര്യത്തിലും വേണ്ട ഉപദേശങ്ങൾ നൽകി യുധിഷ്ഠിരന്റെ സംശയങ്ങൾ ദൂരീകരിച്ചു. അതിൻ്റെ അന്ത്യത്തിൽ ഭീഷ്മർ സ്വർഗാരോഹണം ചെയ്യുകയും ചെയ്തു. ഇത്രയും ഭാഗങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് ശാന്തിപർവവും അനുശാസന പർവവും. മഹാഭാരതത്തിലെ 18 പർവങ്ങളിൽ ഏറ്റവും വലിയ പർവം ശാന്തിപർവമാണ്. ഇതിനെ തുടർന്നുള്ള അനുശാസന പർവവും സാമാന്യം ദീർഘമായിട്ടുള്ളതാണ്. ഈ 2 പർവങ്ങളും കൂടി മഹാഭാരതത്തിന്റെ ഏകദേശം 1/4 ഭാഗത്തോളം വരും. ഈ 2 പർവങ്ങളിലും മുഖ്യമായും യുധിഷ്ഠിരന്റെ ചോദ്യങ്ങൾക്ക് ഭീഷ്മന്റെ മറുപടികളും ഉപദേശങ്ങളുമാണ്. യുദ്ധത്തിൽ മരണമടഞ്ഞവർക്കെല്ലാം പാണ്ഡവർ ഉദകക്രിയ ചെയ്തു. അവരോടൊപ്പം ധൃതരാഷ്ട്രരും വിതുരരും സഞ്ജയനും ഗാന്ധാരിയും കുന്തിയും മറ്റ് സ്ത്രീകളും ഉണ്ടായിരുന്നു. എല്ലാവരും ഏകദേശം 1 മാസത്തോളം ഗംഗാതീരത്ത് തന്നെ പാർത്തു. ധർമ്മപുത്ര രാജാവിനെയും മറ്റും കാണുന്നതിനായി സിദ്ധന്മാരും ബ്രഹ്മഋഷികളും മഹാത്മാക്കളും അവിടെ എത്തി. അക്കൂട്ടത്തിൽ വേദവ്യാസൻ, നാരദൻ, ദേവലൻ, കണ്വൻ തുടങ്ങിയ ഋഷിമാരും അവരുടെയൊക്കെ ശിഷ്യന്മാരും മറ്റും ദേവജ്ഞാനികളും ഉണ്ടായിരുന്നു. പാണ്ഡവന്മാർ എല്ലാവരും യഥാവിധി പൂജിച്ച് സൽക്കരിച്ചു. പുണ്യസ്ഥലമായ ഗംഗാതീരത്ത് വ്യാകുല ചിത്തനായിരിക്കുന്ന രാജാവിനെ എല്ലാവരും ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. നാരദൻ പറഞ്ഞു, യുധിഷ്ഠിര, കയ്യൂക്ക് കൊണ്ടും മാധവന്റെ പ്രസാദം കൊണ്ടും ഭവാൻ ശത്രുക്കളെയൊക്കെ കൊന്ന് യുദ്ധം ജയിച്ചിരിക്കുന്നു. ഭവാൻ ശോകമോഹങ്ങൾക്ക് അധീനനാകാതെ രാജ്യഭാരം നടത്തി കീർത്തിമാനായി വാഴുക. തനിക്ക് ഏറ്റവും ആദരണീയനായ മുനിപങ്കുവന്മാരുടെ സാന്നിധ്യം കൊണ്ട് യുധിഷ്ഠിരന്റെ മനസ്സിന് അല്പം സ്വാസ്ഥ്യം ലഭിച്ചു. അദ്ദേഹം ശോകവാർത്തനായിരുന്നു. ധർമ്മജൻ പറഞ്ഞു, മുനിശ്രേഷ്ഠ, കൃഷ്ണന്റെ പ്രസാദത്താലും ക്ഷത്രിയരുടെ ബാഹുബലത്താലും ഭീമാർജുനന്മാരുടെ ഉഗ്രശക്തിയാലും ഞാൻ ഈ ഭൂമിയൊക്കെ ജയിച്ചിരിക്കുന്നു. എന്നാലും എൻ്റെ ഹൃദയത്തിന് ശാന്തി ലഭിക്കുന്നില്ല. കനത്ത ദുഃഖം എന്നെ പീഡിപ്പിക്കുന്നു. ലോഭം കാരണം ഞാൻ ബന്ധുവർഗത്തിനെല്ലാം നാശം വരുത്തിക്കൂട്ടി. സുഭദ്രാപുത്രനായ അഭിമന്യുവിനെയും ദ്രൗപദിയുടെ എല്ലാ പുത്രന്മാരെയും കൊല്ലിച്ചു. ഈ ഇഷ്ടസൂതന്മാരുടെ നാശത്തിൽ ഈ ജയം എനിക്ക് എങ്ങനെ ജയമാകും? ഞങ്ങളുടെയൊക്കെ ജ്യേഷ്ഠനായ കർണനെ കൊല്ലിച്ച മഹാപാപിയാണ് ഞാൻ. ഈ വിചാരം എന്നെ ചുട്ടു ചാമ്പലാക്കുന്നു. പഞ്ഞിക്കെട്ടിൽ തീ പിടിച്ചതുപോലെ ഞാൻ നീറുന്നു. കർണൻ ഞങ്ങളുടെ ജ്യേഷ്ഠനായിരുന്നുവെന്ന് ഞങ്ങൾ ആരും അറിഞ്ഞിരുന്നില്ല. എന്നാൽ ഞാൻ കുന്തിയുടെ പുത്രനാണെന്ന് കർണൻ അറിഞ്ഞിരുന്നു പോലും. അവൻ അർജുനനെ ഒഴികെ ഞങ്ങളെ 4 പേരെയും കൊല്ലുകയില്ലെന്ന് അമ്മയ്ക്ക് ഉറപ്പ് കൊടുത്തിരുന്നു പോലും. എന്നെയും ഭീമനെയും നഗര സഹദേവന്മാരെയും കൊല്ലുന്നതിനുള്ള സന്ദർഭം കർണന് ലഭിച്ചിരുന്നിട്ടും ഞങ്ങളെ കൊല്ലാതിരുന്നത് അമ്മയോട് ചെയ്ത സത്യം പാലിക്കാനായിരുന്നുവെന്ന് ഇപ്പോഴാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ആ സത്യവ്രതനായ ജ്യേഷ്ഠനെ അനുജനായ അർജുനൻ സംഹരിച്ചു. ഞാനാണ് കർണനെ കൊല്ലുവാൻ അർജുനനെ പ്രേരിപ്പിച്ചത്. ഹോ, ഞാനെന്തൊരു പാപിയാണ്! നാരദൻ പറഞ്ഞു, യുധിഷ്ഠിര, നീയല്ല കർണനെ കൊല്ലിച്ചത്. പല കാരണങ്ങൾ കൊണ്ടാണ് കർണൻ മരിക്കുവാനിടയായത്. ബ്രാഹ്മണന്റെയും ഭാർഗവരാമന്റെയും ശാപം, സഹജങ്ങളായ കവചകുണ്ടലങ്ങളുടെ ദാനം, ഭീഷ്മരുടെ അർദ്ധരഥൻ എന്ന കണക്കുകൂട്ടൽ, ശല്യന്റെ ഭർസലനത്തിൽ കൂടിയുള്ള തേജോവധം, അർജുനന്റെ അനേക തരത്തിലുള്ള അസ്ത്ര സമ്പാദനം എന്നിങ്ങനെയുള്ള അനേക കാരണങ്ങളാൽ ഒന്നിച്ചുകൂടി ചേർന്നതുകൊണ്ടാണ് അങ്ങയുടെ ജ്യേഷ്ഠൻ കൊല്ലപ്പെട്ടത്. അങ്ങനെയല്ലായിരുന്നുവെങ്കിൽ ആർക്കും കർണനെ കൊല്ലുവാൻ കഴിയുമായിരുന്നില്ല. ഏതായാലും നിങ്ങൾ അദ്ദേഹത്തെക്കുറിച്ച് വ്യസനിക്കേണ്ട ആവശ്യമില്ലതാനും. നാരദന്റെ സമാധാന വാക്കുകൾ കേട്ടിട്ടും ഉള്ളിലൊതുക്കുവാൻ കഴിയാത്ത ശോകം കൊണ്ട് ആർത്തനായി തീർന്ന യുധിഷ്ഠിരന്റെ കണ്ണുകളിൽ കൂടി അശ്രുക്കൾ ധാരയായി പ്രവഹിച്ചു. അദ്ദേഹം ഒന്നും പറയുവാൻ ശക്തനല്ലാതെ സ്തബ്ധനായി നിന്നു. ഇത് കണ്ടപ്പോൾ കുന്തിദേവിയുടെ മാതൃഹൃദയം ആർദ്രമായി. അവർ ധർമ്മപുത്രനെ സമാധാനിപ്പിക്കുവാൻ ശ്രമിച്ചു. കുന്തി പറഞ്ഞു, മകനെ യുധിഷ്ഠിര,
നിന്റെ ജ്യേഷ്ഠനെ നിങ്ങളോട് യോജിപ്പിക്കുവാൻ ഞാൻ കഴിയുന്നിടത്തോളം പരിശ്രമിച്ചു. അവൻ്റെ അച്ഛനായ ആദിത്യ ഭഗവാനും അവനെ ഉപദേശിച്ചു. എന്നാൽ അഭിമാനിയായ അവൻ അതൊന്നും ചെയ്തുകൊണ്ടില്ല. ദുര്യോധനനെ ഉപേക്ഷിക്കുന്നത് നന്ദികേടാണെന്നും അതവന് ദുഷ്കീർത്തി ഉണ്ടാക്കുമെന്നുമായിരുന്നു അവൻ്റെ വാദം. ഏതായാലും ഇങ്ങനെയൊക്കെ വന്നു ചേർന്നു. ഇനി വ്യസനിച്ചിട്ട് എന്ത് കാര്യം? കർണൻ തങ്ങളുടെ ജ്യേഷ്ഠനാണെന്നുള്ള വസ്തുത തങ്ങളിൽ നിന്ന് ഒളിച്ചു വെച്ച കുന്തി തങ്ങളോട് അപരാധം കാണിച്ചുവെന്ന വിശ്വാസമായിരുന്നു യുധിഷ്ഠിരനെ. ആകയാൽ കുന്തിയുടെ വാക്കുകളിൽ ആദരണീയങ്ങളായി അദ്ദേഹത്തിന് തോന്നിയില്ല. അതൊന്നും അദ്ദേഹത്തെ സമാധാനിപ്പിച്ചുമില്ല. അദ്ദേഹത്തിൻ്റെ മനസ്സ് ദുഃഖപരാവശ്യം കൊണ്ട് നിയന്ത്രണം വിട്ടിരുന്നു. അദ്ദേഹത്തിൻ്റെ കവിൾത്തടങ്ങളിൽ കൂടി കണ്ണുനീർ ഒലിച്ചുകൊണ്ടിരുന്നു. ഇത് കണ്ട് എല്ലാവരും വിഷണ്ണരായി. ഇനിയും എന്തു പറഞ്ഞാണ് യുധിഷ്ഠിരനെ സമാധാനിപ്പിക്കേണ്ടതെന്നറിയാതെ എല്ലാവരും മൗനന്മാരായിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ ധർമ്മജൻ നിരാശനും പശ്ചാത്താപവേശനുമായി അടുത്തിരുന്ന അർജുനനോട് പറഞ്ഞു, ഉണ്ണി, ധനഞ്ജയ, കണക്കില്ലാത്തിടത്തോളം ജനങ്ങളുടെ മരണത്തിന് ഹേതുവായ എൻ്റെ ദുരിതം എത്ര വലുതാണ്. അതെങ്ങനെ തീരും? എന്നിങ്ങനെ സമാധാനം കിട്ടും? ആകയാൽ എനിക്കിനി രാജപദവിയോ ഭോഗസുഖങ്ങളോ ഒന്നും വേണ്ട. ഞാൻ കാട്ടിലേക്ക് പോവുകയാണ്. നിങ്ങൾ രാജ്യം ഭരിച്ചുകൊള്ളുക. തീർത്ഥാടനം കൊണ്ടും ത്യാഗം കൊണ്ടും കുറേയെങ്കിലും പാപത്തെ ഇല്ലാതാക്കുവാൻ ഞാൻ ശ്രമിക്കട്ടെ. യുധിഷ്ഠിരൻ്റെ അഭിപ്രായം അർജുനന് അശേഷം ഇഷ്ടപ്പെട്ടില്ല. അവൻ പറഞ്ഞു, എല്ലാവരെയും കൊന്നു കഴിഞ്ഞപ്പോഴാണോ അങ്ങേക്ക് ബുദ്ധി ഉദിച്ചത്? മനസ്സിൻ്റെ മൗഢ്യം കൊണ്ടും ദൗർബല്യം കൊണ്ടും ഇങ്ങനെയൊക്കെ തോന്നുകയും പറയുകയും ചെയ്യുന്നതാണ്. എല്ലാം ത്യജിച്ച ഭിക്ഷുക്കളും ദരിദ്രന്മാർക്കും ഈ ലോകത്തിൽ എന്തു ചെയ്യുവാൻ കഴിയും? ദാരിദ്ര്യത്തേക്കാൾ വലിയ കഷ്ടപ്പാട് മറ്റൊന്നുമില്ല. ധർമാചരണത്തിനും സമ്പത്ത് വേണം. യുദ്ധം കൊണ്ട് നേടിയതാണ് ഈ സമ്പത്ത്. നാനാദിന ധർമ്മചാരണങ്ങൾ കൊണ്ടും അശ്വമേധാദി യജ്ഞങ്ങളെ കൊണ്ടൊന്നും വേണ്ടതുപോലെ ഉപയോഗപ്പെടുത്താതിരിക്കലാണ് അധർമ്മം. അതുകൊണ്ട് രാജധർമ്മം പാലിക്കുകയാണ് അങ്ങയുടെ ധർമ്മം. അർജുനൻ പറഞ്ഞതൊന്നും യുധിഷ്ഠിരൻ സ്വീകാര്യമായില്ല. രാജ്യഭാരം ഏൽക്കുന്നതിൽ ഒഴിഞ്ഞു നിൽക്കണമെന്നുള്ള ഒരേ ചിന്ത കൊണ്ട് അദ്ദേഹത്തിൻ്റെ മനസ്സ് നിറഞ്ഞിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഉണ്ണി അർജുന, നീ പറഞ്ഞതൊക്കെ വാസ്തവം തന്നെ. സ്വധർമാചാരണമാണ് എല്ലാത്തിലും വെച്ച് ശ്രേഷ്ഠമായ പ്രവൃത്തി. പക്ഷെ അത് ലോകവ്യാഹാരത്തിൽ മുഴുകി ജീവിക്കുന്ന ഒരാൾ കർത്തവ്യമാണ്. എന്നാൽ ജീവിത ലക്ഷ്യം മോക്ഷ സമ്പാദനമാണ്. സംസാരത്തിൽ മുഴുകിക്കിടക്കുന്നവന് അത് ലഭിക്കുന്നതല്ല. ആ സ്ഥിതിക്ക് ലോകവ്യാവാഹാരത്തെ മുഴുവൻ വിട്ട് പരമനീസംഖനായി ഒന്നിനോടും ഒട്ടാതെ പഞ്ചേന്ദ്രിയങ്ങളെ അടക്കി ബ്രഹ്മിഷ്ഠനായി ജീവിക്കുന്നതാണ് ബുദ്ധിപൂർവമായ പ്രവൃത്തി. അങ്ങനെ ജീവിക്കുന്ന ഒരാൾ അധർമ്മത്തിനും അല്ലാതിനും അധീനനാണ്. അങ്ങനെയുള്ള ജീവിതം നയിക്കുന്നതിന് ഞാൻ കാട്ടിലേക്ക് പോവുകയാണെന്നാണ് ഞാൻ പറഞ്ഞത്. ഭാഗ്യം കൊണ്ട് എനിക്കിപ്പോഴെങ്കിലും ഈ ജ്ഞാനമൃതം കിട്ടി. അജ്ഞാനം കൊണ്ടാണ് ഞാൻ ഇത്രയും പാതകം ചെയ്തത്. ഇനിയെങ്കിലും അതൊന്നും കൂടാതിരിക്കട്ടെ. അതിനാൽ എന്നെ കാട്ടിലേക്ക് പോകുവാൻ അനുവദിക്കുക. നിങ്ങൾ രാജ്യം ഭരിക്കുക. യുധിഷ്ഠിരൻ്റെ വിലാപ പ്രഖ്യാപനം അസഹ്യത്വത്തോടെയാണ് പ്രകോദരൻ കേട്ടുകൊണ്ട് നിന്നിരുന്നത്. അവൻ സാമാന്യം ചുഴിച്ചുകൊണ്ട് പറഞ്ഞു, മഹാരാജാവേ, അങ്ങിത്ര മന്ദബുദ്ധിയായി പോയല്ലോ. ഇങ്ങനെയാണ് ബുദ്ധിയെന്നറിഞ്ഞിരുന്നുവെങ്കിൽ ഞങ്ങളാരും യുദ്ധം ചെയ്യുമായിരുന്നില്ല. ഭഗവാനെ, ജ്യേഷ്ഠനെ ചിന്തിച്ച് പിന്തുടർന്ന ഞങ്ങളെ ആക്ഷോഭാർഹാന്തരാക്കി തീർക്കുന്ന വിധത്തിലാണ് അങ്ങിപ്പോൾ സംസാരിക്കുന്നത്. എതിർത്ത ശത്രുക്കളെ കൊന്ന് രാജ്യം പിടിച്ചടക്കുക എന്നുള്ളത് ക്ഷത്രിയൻ്റെ ധർമ്മമാണ്. അതിൽ കൂടുതലൊന്നും ഞങ്ങൾ ചെയ്തിട്ടില്ല. ഇത് തെറ്റോ അധർമ്മമോ ആണെന്ന് വിവേകമുള്ള ആരും പറയുകയുമില്ല. ഐശ്വര്യം സമ്പാദിച്ച് ജീവിക്കുവാൻ കഴിവില്ലാത്തവനും മനസ്സിന് ബലമില്ലാത്ത മൂഢനുമാണ് പ്രവർത്തിക്കാത്ത കാട് കയറുവാൻ ബന്ധപ്പെടുന്നത്. സന്യാസമെന്നോ ബ്രഹ്മനിഷ്ഠയെന്നോ പറഞ്ഞ് ഒന്നും പ്രവർത്തിക്കാതിരിക്കുന്നതാണ് ഏറ്റവും വലിയ പാപം. അതുകൊണ്ട് കർമ്മം ചെയ്യുക തന്നെ വേണം. കർമ്മഹീനൻ ഒരു കാലത്തും മോക്ഷം സിദ്ധിക്കുന്നില്ല. നകുലനും സഹദേവനും യുധിഷ്ഠിരനും കർമ്മോന്മുഖനാകുന്ന തരത്തിൽ പലതും പറഞ്ഞു. ഹേ കുന്തി നന്ദന, ഭഗവാന്റെ സഹോദരന്മാർ വ്യസനിച്ച് നിൽക്കുന്നത് അങ്ങ് കാണുന്നില്ലേ? അവരെ സന്ദർഭോചിതമായ വാക്കുകൾ പറഞ്ഞ് എന്തുകൊണ്ടാണ് അങ്ങ് സമാധാനിപ്പിക്കാത്തത്? മഞ്ഞും കാറ്റും മഴയും വെയിലും ഏറ്റുപറഞ്ഞ് ഈ സഹോദരന്മാരോട് ദ്വൈതവനത്തിൽ വെച്ച് ദുര്യോധനയെ നാം പോരിൽ കൊന്ന് ഞാൻ ഈ ഭൂമി വിഭജിക്കുമെന്ന് അങ്ങ് പറഞ്ഞില്ലേ? അങ്ങയുടെ വാക്കുകൾ സഫലമാക്കുക. അങ്ങ് ധർമാനുസരണം ഭൂമിയെ പാലിക്കുക. ബുദ്ധിമങ്ങാതെ പലതരം യജ്ഞം ചെയ്യുക, യുദ്ധം ചെയ്യുക, ദാനം ചെയ്യുക, സജ്ജനങ്ങളെ സന്തോഷിപ്പിക്കുക. മക്കളൊക്കെ മരിച്ചിട്ട് വേർപെട്ട് പിന്നെയും ജീവിക്കുവാൻ ആഗ്രഹിക്കുന്ന എൻ്റെ ഇംഗിതം പാഴിലാകാതിരിക്കുക. അർജുനനും ഭീമനും പിന്നെയും പലതും പറഞ്ഞ് യുധിഷ്ഠിരനെ ആശ്വസിപ്പിക്കാനും എല്ലാം പരിത്യജിച്ച് പരിവ്രജനായി തീരാണമെന്നുള്ള അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുവാനും ശ്രമിച്ചു. എന്നാൽ അതുകൊണ്ടൊന്നും കാര്യമായ ഒരു പ്രയോജനവും ഉണ്ടായില്ല എന്ന് വേണം പറയാൻ. അവസാനം വേദവ്യാസ മഹർഷി തന്നെ യുധിഷ്ഠിരന് വേണ്ട ഉപദേശങ്ങൾ നൽകി. അദ്ദേഹം പല ഇതിഹാസങ്ങളെയും പറഞ്ഞു കേൾപ്പിച്ച് ധർമ്മപുത്രൻ്റെ ശോകമകറ്റുവാൻ ശ്രമിച്ചു. വ്യാസൻ തുടർന്നു പറഞ്ഞു, യുധിഷ്ഠിര, അങ്ങ് ഗൃഹസ്ഥനാണ്. തപസ്സിനെയോ സന്യാസത്തിനോ പോകേണ്ട സന്ദർഭമല്ലിപ്പോൾ. 4 ആശ്രമങ്ങളിലും വെച്ച് ശ്രേഷ്ഠമാണ് ഗൃഹസ്ഥാശ്രമം. ഗൃഹസ്ഥൻ തൻ്റെ ധർമ്മത്തെ ആചരിക്കുന്നില്ല എങ്കിൽ ലോകത്തിൻ്റെ ഗതി തന്നെ നിന്നുപോകും.
ധർമ്മപരിപാലനം ഒന്നുകൊണ്ട് തന്നെ ഉത്തമനായ ക്ഷത്രിയന് പരമശ്രേയസിനെ പ്രാപിക്കാം. അതിനാൽ അങ്ങിപ്പോൾ രാജ്യത്തെ ഉപേക്ഷിക്കേണ്ട ആവശ്യമില്ല. ധാർമ്മികമായ ഭരണനിർവഹണം അങ്ങയുടെ ചുമതലയാണ്. അങ്ങയുടെ ചുമതല ഇതുതന്നെയാണ്. അങ്ങനെ ചെയ്യാതിരിക്കുന്നതായിരിക്കും ധർമ്മലോപം. വ്യാസന്റെ ഉപദേശവും ധർമ്മപുത്രരുടെ മനസ്സിൽ പതിഞ്ഞില്ല. യുദ്ധത്തിൽ മരണമടഞ്ഞവരുടെ ബന്ധുമിത്രാദികൾ അനുഭവിക്കുന്ന ദുഃഖം അദ്ദേഹത്തിൻ്റെ ഹൃദയത്തെ തരളിതമാക്കി. യുധിഷ്ഠിരൻ പറഞ്ഞു, സർവജ്ഞനായ ആചാര്യ, എനിക്ക് ഭൗതിക സുഖത്തിൽ അല്പം പോലും താല്പര്യം തോന്നുന്നില്ല. എന്തുകൊണ്ടെന്നാൽ അതിൻ്റെ എല്ലാം തുറകളും ദുഃഖഭംഗികളാണ്. ഭർത്താക്കന്മാരുടെയും പുത്രന്മാരുടെയും സഹോദരന്മാരുടെയും ബന്ധുക്കളും മരിച്ച സ്ത്രീകളുടെയും അച്ഛന്മാർ മരിച്ച അനാഥന്മാരായ കുട്ടികളുടെയും ദീനരോദനം കേട്ടുകൊണ്ട് എങ്ങനെയാണ് അരമനയിൽ കഴിച്ചുകൂട്ടുന്നത്? എങ്ങനെയാണ് മനസ്സിന് ശാന്തി ലഭിക്കുന്നത്? അതുകൊണ്ടെല്ലാം ത്യജിച്ച് ഏകാന്തമായി കാട്ടിൽ കഴിച്ചുകൂട്ടുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. യുധിഷ്ഠിരനെ സമാധാനിപ്പിക്കുവാനായി വ്യാസൻ പിന്നെയും പലതും പറഞ്ഞു. യുധിഷ്ഠിര, എല്ലാം കാലത്തിൻ്റെ ചെയ്തികളാണ്. മനുഷ്യൻ ഒരിക്കലും ജയിക്കുവാൻ കഴിയാത്ത മഹാശക്തിയാണ് കാലം. കാലശക്തിയെ അതിജീവിക്കുവാൻ ആർക്കും കഴിയില്ല. എല്ലാവരുടെയും മരണത്തിൻ്റെ ഉത്തരവാദിത്വം കാലശക്തിക്ക് മാത്രമാണ്. അതിനാൽ മരിച്ചവരെ പറ്റി ഒന്നും തന്നെ ചിന്തിക്കേണ്ടതില്ല. ഈശ്വരഹിതങ്ങളാണ് ജഗത്തിൽ നടക്കുന്നതൊക്കെ. അപ്പോൾ ആചരിക്കേണ്ട ധർമ്മങ്ങളെ ആചരിക്കുവാൻ മാത്രമാണ് ശ്രദ്ധിക്കേണ്ടത്. മനുഷ്യന് ചെയ്യുവാൻ കഴിയുന്നത് അത് മാത്രമേ ഉള്ളൂ. അതുകണ്ടിപ്പോൾ ആചരിക്കേണ്ട ധർമ്മത്തെ ആചരിക്കുവാൻ ശ്രമിക്കൂ. ഇതെല്ലാം കേട്ടിട്ടും ധർമ്മപുത്രർക്ക് സ്വസ്ഥത ലഭിച്ചില്ല. അദ്ദേഹത്തിൻ്റെ ചഞ്ചലമായ മനസ്സിൽ പലതും ഇളകിമറിഞ്ഞു. അഭിമന്യുവിനെ പത്മവ്യൂഹം തകർക്കുവാൻ പ്രേരിപ്പിച്ചതും അസത്യം പറഞ്ഞ് ദ്രോണരെ കൊണ്ട് ആയുധം വെപ്പിച്ചതും അദ്ദേഹത്തെ അലട്ടി. അദ്ദേഹം പശ്ചാത്താപ വിവശനായി. പ്രായോപവേശം ചെയ്ത് ജീവിതം അവസാനിപ്പിക്കുകയാണ് വേണ്ടതെന്ന് പോലും അദ്ദേഹത്തിന് തോന്നി. അദ്ദേഹം അത് പ്രകടമാക്കുകയും ചെയ്തു. എല്ലാവരും വിധികർത്താവ് മൂഢരായി ഇനിയും എന്താണ് വേണ്ടതെന്നുള്ള ആലോചനയിലായി. അവസാനം അർജുനൻ കൃഷ്ണനെ സമീപിച്ച് യുധിഷ്ഠിരനെ കർമ്മനിരതരാക്കുവാൻ തക്കവണ്ണം ഉപദേശിക്കണമെന്ന് അഭ്യർത്ഥിച്ചു. കേശവൻ യുധിഷ്ഠിരനെ സമീപിച്ചു. സ്നേഹത്തോടെ അദ്ദേഹത്തിൻ്റെ കരങ്ങൾ ഗ്രഹിച്ചുകൊണ്ട് പറഞ്ഞു, ധർമ്മജ, അങ്ങ് എത്ര ദുഃഖിച്ചാലും മരിച്ചവരാരും തിരിച്ചു വരുവാൻ പോകുന്നില്ല. മരിച്ചവർ പോർക്കളത്തിൽ വെച്ച് പോരാടിയാണ് മരിച്ചത്. അവരൊക്കെ വീരമൃത്യുവാണ് വരിച്ചത്. ഈ നിലയ്ക്ക് അവരെ ഓർത്ത് ദുഃഖിക്കേണ്ട കാര്യമില്ല. അല്ലെങ്കിൽ തന്നെ മരണത്തെ ഓർത്ത് ദുഃഖിക്കുന്നത് മൗഢ്യന്മാരാണ്. ജനിച്ചവരൊക്കെ മരിക്കും. ജ്ഞാനികളും സിദ്ധന്മാരും തപസ്വികളും വലിയ ചക്രവർത്തിമാരും എല്ലാം മരിക്കും. ആ സ്ഥിതിക്ക് പോരിലേർപ്പെട്ട യോദ്ധാക്കൾ മരിച്ചതിൽ എന്താണ് അത്ഭുതം? തുടർന്ന് ഷോഡരാജാവ് അപ്പിക്കാനം എന്നറിയപ്പെടുന്ന മരുത്തൻ തുടങ്ങിയ 16 രാജാക്കന്മാരുടെ അമാനുഷങ്ങളും ദിവ്യങ്ങളുമായ കഥകൾ കൃഷ്ണൻ യുധിഷ്ഠിരനോട് പറഞ്ഞു. അവരും കാലത്തിൻ്റെ ഒഴുക്കിൽപ്പെട്ട് ചരമഗതിയടിഞ്ഞ വിവരം പ്രസ്താവിച്ചിട്ട് കൃഷ്ണൻ തുടർന്നു. എല്ലാവർക്കും നിയതവും അനിവാര്യവുമാണ് മരണം. എപ്പോൾ മരിക്കുന്നതെന്നല്ല, മരിക്കുന്നതുവരെ എന്ത് ചെയ്യുന്നതെന്നാണ് നോക്കേണ്ടത്. യുധിഷ്ഠിര, അങ്ങ് മരിക്കുമെന്നുള്ളത് എല്ലാവർക്കും തീർച്ചയാണ്. എന്നാൽ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ധർമ്മത്തെ ആചരിക്കുകയാണ് അങ്ങയുടെ കർത്തവ്യം. യുധിഷ്ഠിരനെ ഉൽപ്പുത്തനും കർമ്മനിരതനുമാക്കുവാൻ കൃഷ്ണൻ ചെയ്ത ശ്രമവും വേണ്ടവണ്ണം ഫലിച്ചില്ല. ധർമ്മജന് ഓരോ കാര്യത്തിലും സംശയങ്ങൾ കൂടിക്കൂടി വന്നതേയുള്ളൂ. വ്യാസൻ അദ്ദേഹത്തിൻ്റെ സംശയ നിവൃത്തിക്കായി വീണ്ടും പലതും പറഞ്ഞു. അതൊക്കെ വിശദീകരിക്കുന്നതിന് പല ഇതിഹാസ കഥകളും പറഞ്ഞു കേൾപ്പിച്ചു. എന്നിട്ടും യുധിഷ്ഠിരൻ പലതും ചോദിച്ചുകൊണ്ടേയിരുന്നു. വ്യാസൻ അവയ്ക്കൊന്നും പിന്നെയും മറുപടി പറഞ്ഞു. വർണ്ണശ്രമധർമ്മങ്ങളെപ്പറ്റി വിസ്തരിച്ച് പറയണമെന്ന് യുധിഷ്ഠിരൻ വ്യാസനോട് ആവശ്യപ്പെട്ടു. തൻ്റെ ഇതുവരെയുള്ള ഉപദേശം വേണ്ട പോലെ ഫലിച്ചിട്ടില്ല എന്ന് ബോധ്യപ്പെട്ട വ്യാസന് വീണ്ടും യുധിഷ്ഠിരൻ്റെ സംശയ നിവർത്തനയ്ക്കായി കൂടുതൽ എന്തെങ്കിലും പറയുന്നതുകൊണ്ട് പ്രയോജനമില്ലെന്ന് തോന്നി. വ്യാസൻ പറഞ്ഞു, യുധിഷ്ഠിര, നിനക്കിനിയും അറിയേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ഭീഷ്മാചാര്യനോട് പോയി ചോദിച്ചാൽ മതി. അദ്ദേഹം നിന്റെ എല്ലാ സംശയങ്ങളും തീർത്തു തരും. ശാസ്ത്രങ്ങളിൽ ദേവാചാര്യനായ ബൃഹസ്പതിയുടെയും ആയുധവിദ്യയിൽ ഭാർഗരാവൻ്റെയും ബ്രഹ്മവിദ്യയിൽ മാർക്കണ്ഡേയൻ്റെയും ശിഷ്യനായ അദ്ദേഹത്തിൻ്റെ അറിയാത്തതായി ഒന്നുമില്ല. മർത്യനായാലും ഭീഷ്മന് മരണം അദ്ദേഹത്തിൻ്റെ ഇച്ഛ അനുസരിച്ചാണ്. അദ്ദേഹം ശരീരം ഉപേക്ഷിക്കുന്നതിനായി ഉത്തരായണം കാത്തു കിടക്കുകയാണ്. കഴിയുന്നതും നേരത്തെ അദ്ദേഹത്തെ സമീപിക്കുക. ഇത് കേട്ടപ്പോൾ യുധിഷ്ഠിരന് മറ്റൊരു സംശയമാണ് ഉണ്ടായത്. അദ്ദേഹം ചോദിച്ചു, ഞാൻ രാജ്യത്തെ മോഹിച്ച് അധർമ്മം പ്രവർത്തിച്ച ഭീഷ്മാചാര്യനെ വീഴ്ത്തിയതാണ്. അദ്ദേഹത്തെ ഞാൻ എങ്ങനെ സമീപിക്കും? സമീപിച്ചാലും അദ്ദേഹം എന്നോട് വാത്സല്യപൂർവ്വം പെരുമാറുകയോ ഉപദേശം നൽകുകയോ ചെയ്യുമോ? ഇത് കേട്ടുകൊണ്ട് നിന്ന ഭഗവാൻ കൃഷ്ണൻ ഈ സംവാദത്തിന് ഒരു അന്ത്യം വരുത്തുമെന്നുള്ള ഉദ്ദേശത്തോടെ ദൃഢസ്വരത്തിൽ പറഞ്ഞു, യുധിഷ്ഠിര, അങ്ങനെയൊന്നും സംശയിക്കേണ്ട. വ്യാസൻ മഹാത്മാവാണ്. അദ്ദേഹം പറയുന്നതനുസരിച്ചാൽ മതി. നീ ഹസ്തിനാപുരിയിലേക്ക് പോയി രാജകാര്യങ്ങളിൽ അത്യാവശ്യം വേണ്ടതൊക്കെ ചെയ്തിട്ട് നേരെ ഭീഷ്മ പിതാമഹന്റെ അടുത്തേക്ക് പോവുക. യുധിഷ്ഠിരൻ വാസുദേവന്റെ വാക്കുകൾ അനുസരിച്ച് പ്രവർത്തിക്കുവാൻ തീരുമാനിച്ചു. ഹസ്തിനാപുരിയിലേക്ക് പോകുവാൻ അവൻ തയ്യാറാവുകയും ചെയ്തു. രാജധാനിയിലേക്ക് പോകുവാനുള്ള സന്നാഹങ്ങളൊക്കെ ചെയ്തു. 16 വെള്ളക്കുതിരകളെ പൂട്ടിയ രഥം കൊണ്ടുവന്ന് നിർത്തി. യുധിഷ്ഠിര മഹാരാജാവ് അതിൽ കയറിയിരുന്നു. ഭീമപരാക്രമമായ മാരുതൻ ചാട്ടവാർ കയ്യിലെടുത്തു. അർജുനൻ ശോഭയേറിയ വെൺകാറ്റുകളുടെ പിടിച്ചു നിന്നു.
നഗര സഹദേവന്മാർ ഇരുവശത്ത് നിന്ന് തിങ്കൾ കാന്തി കലർന്ന വെൺചാമരങ്ങൾ വീശി. ധൃതരാഷ്ട്രൻ ഗാന്ധാരിയോടും കൂടി മേനാവിൽ കയറി രഥത്തിന് മുമ്പിലായി പുറപ്പെട്ടു. കൃഷ്ണൻ സാത്വികയോടൊപ്പം രഥത്തിന് തൊട്ടു പിന്നിലായും കുന്തിയും കൃഷ്ണനും മറ്റും കൗരവ സ്ത്രീകളും അനവധി വാഹനങ്ങളിലുമായി രാജധാനിയിലേക്ക് തിരിച്ചു. നിരവധി തേരകളും ആനകളും കാലാൾപ്പടയും അവരെ അകമ്പടി സേവിച്ചു. മാഗധരും സൂതരും രാജാവിനെ പുകഴ്ത്തി ഗാനങ്ങൾ ആലപിച്ചു. ആ മഹാബാഹുവിൻ്റെ യാത്ര നിസ്തുലമായി. പാണ്ഡവർ വിജയശ്രീ ലാളിതരായ രാജധാനിയിലേക്ക് വരുന്നു. ആ വൃത്താന്തമറിഞ്ഞ പുരവാസികൾ ആഹ്ലാദിച്ചു. അവർ ഗൃഹങ്ങളും പട്ടണങ്ങളും അലങ്കരിച്ച് വസ്ത്രാഭരണ ഭൂഷിതരമായി രാജവീതിയുടെ ഇരുവശങ്ങളിലും തിങ്ങി നിറഞ്ഞു. രാജകീയ രഥങ്ങൾ മുന്നോട്ട് നീങ്ങിയപ്പോൾ അവർ പുഷ്പങ്ങൾ വർഷിക്കുകയും പാണ്ഡവന്മാർക്ക് മംഗളാരവങ്ങൾ നേരുകയും ചെയ്തു. രാജകീയ ഘോഷയാത്ര സാവധാനത്തിൽ അരമനയിലെത്തി. എല്ലാവരും വാഹനങ്ങളിൽ നിന്നിറങ്ങി കൊട്ടാരത്തിനുള്ളിൽ പ്രവേശിച്ചു. അവിടെ ധാരാളം ബ്രാഹ്മണരും സമാന്തന്മാരും മന്ത്രിപ്രമുഖരും രാജാവിനെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. അവരെല്ലാം യുധിഷ്ഠിരാദികൾ കാഴ്ചദ്രവ്യങ്ങൾ നൽകിയും മംഗളശിരസുകൾ ചൊരിഞ്ഞും എതിരേറ്റു. എല്ലാവരും മഹാരാജാവിനെ അനുമോദിക്കുകയും പുകഴ്ത്തുകയും ചെയ്തു. യുധിഷ്ഠിരൻ സന്തുഷ്ടനാവുകയും സന്തോഷവാനാവുകയും കാണപ്പെട്ടു. ആശീർവാദം അർപ്പിക്കുന്നതിന് അഗാധരായിരുന്ന അനവധി ബ്രാഹ്മണന്മാരുടെ മുന്നിൽപ്പെട്ട് ഒരാൾ പ്രത്യക്ഷപ്പെട്ടു. വേഷവിധാനങ്ങൾ കണ്ട് ബ്രാഹ്മണനാണെന്ന് തോന്നിയിരുന്നുവെങ്കിലും രാക്ഷസനാണെന്ന് ഊഹിക്കപ്പെടാവുന്ന തരത്തിലായിരുന്നു അയാൾ പറഞ്ഞു, യുധിഷ്ഠിര മഹാരാജാവേ, അങ്ങയുടെ പ്രവൃത്തി വളരെ ഹീനമായിപ്പോയി. കടുത്ത ധർമ്മത്തോടുകൂടി ബന്ധുജനങ്ങളെല്ലാം കൊന്ന് രാജ്യം പിടിച്ചെടുത്ത അങ്ങേക്ക് എങ്ങനെ ധർമ്മപാലനം ചെയ്യുവാൻ കഴിയും? എത്ര ലക്ഷം മനുഷ്യരെയാണ് അങ്ങ് രാജ്യലോഭം കൊണ്ട് കൊന്നൊടുക്കിയത്? മരിച്ചവരുടെ ബന്ധുജനങ്ങൾ ഒഴുകുന്ന കണ്ണുനീർ അങ്ങയുടെ ശ്രേയസ് മുഴുവൻ ഒഴുക്കിക്കളയും. ഇഹത്തിലും പരത്തിലും അങ്ങേക്ക് ഗതി കിട്ടില്ല. ഇതെല്ലാം എൻ്റെ മാത്രം അഭിപ്രായമല്ല, ഇവിടെ നിൽക്കുന്ന എൻ്റെ ബ്രാഹ്മണരുടെയും അഭിപ്രായമാണ്. ഞാനിവിടെ പ്രതിനിധിയായിട്ടാണ് ഇത് പറയുന്നത്. ഇത് കേട്ട യുധിഷ്ഠിരനാകെ തരിച്ചു നിന്നുപോയി. അദ്ദേഹം വീണ്ടും ദുഃഖപരവശത്താൽ കെട്ടുപെട്ടു. പശ്ചാത്താപവേശനായി തന്നോട് പൊറുക്കണമെന്ന് ബ്രാഹ്മണരോട് കേണപേക്ഷിച്ചു. ബ്രാഹ്മണൻ പറഞ്ഞു, ഇവൻ ഞങ്ങളുടെ പ്രതിനിധിയല്ല. ഇവൻ പറഞ്ഞതൊന്നും ഞങ്ങളുടെ അഭിപ്രായവുമല്ല. ഇവനേതോ രാക്ഷസനാണ്. ഇവനെ ഞങ്ങളുടെ തപോബലം കൊണ്ട് ഞങ്ങൾ തന്നെ കൊല്ലും. ബ്രാഹ്മണന്മാർ ക്രോധത്തോടെ പ്രകടിപ്പിച്ച ഹുംകാരത്തിൻ്റെ തേജസ്സിൽ ആ രാക്ഷസൻ ദഹിച്ചുപോയി. ഇത് കണ്ടു നിന്നിരുന്ന ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞു, യുധിഷ്ഠിര, ഭഗവാൻ വിഷാദിക്കേണ്ട. ചാർവാകൻ എന്ന രാക്ഷസനാണിവൻ. ഇവൻ 2 ബദരിയിൽ വളരെ വർഷങ്ങൾ ബ്രഹ്മാവിനെ തപസ് ചെയ്തു സർവ്വഭൂതത്തിൽ നിന്ന് അഭയം നൽകണമെന്നുള്ള വരം ബ്രഹ്മാവിനോട് ആവശ്യപ്പെട്ടു. ബ്രഹ്മദണ്ഡം ഒഴിച്ച് മറ്റൊന്നും കൊണ്ട് മരിക്കുകയില്ല എന്ന് ബ്രഹ്മാവ് അനുഗ്രഹിച്ചു. അവൻ വളരെ കാലമായി ദുര്യോധനൻ്റെ മിത്രമാണ്. ദുര്യോധനൻ്റെ മരണം അവൻ അശേഷം സഹിച്ചില്ല. അതുകൊണ്ടാണ് ബ്രാഹ്മണരെ അധിക്ഷേപിക്കുവാൻ മുതിർന്നത്. അവരുടെ ക്രോധാഗ്നിയാകുന്ന ബ്രഹ്മദണ്ഡിൽ ഇവൻ ദഹിച്ചു. അവൻ്റെ നാശം കൊണ്ട് എല്ലാവർക്കും നന്മയല്ലാതെ ഒരാൾക്ക് പോലും ദോഷം സംഭവിച്ചില്ല. ബ്രാഹ്മണർ യുധിഷ്ഠിരന് വീണ്ടും വീണ്ടും മംഗളം നേർന്നു. യുധിഷ്ഠിരന്റെ ഹൃദയത്തിൽ തിങ്ങിക്കൂടിയിരുന്ന ദുഃഖത്തിൻ്റെ കാർമേഘങ്ങൾ മംഗളധ്വനിയാകുന്ന മാരുതൻ്റെ ശക്തിയേറ്റ് ഛിന്നഭിന്നമായി ഹൃദയം തെളിഞ്ഞു. അദ്ദേഹം പ്രകൃഷ്ടനായി. തുടരും.